Hello all, welcome to this video on the health belief model. Okay, so this is a theoretical framework for understanding health behavior. Okay, and this model it explains why people practice health behaviors, and also it can explain why people do not practice health behavior. Okay, it was developed initially by Rosenstock in 1966, and then later on it was modified by Hotbaum, Becker and colleagues around in 1970s and 1980s. Okay, so first ഈ മോഡൽ ഡെവലപ്പ് ചെയ്ത സമയത്ത് പ്രിവെൻറ്റീവ് ഹെൽത്ത് ബിഹേവിയേഴ്സ് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ക്രോണിക് ആയിട്ടും അക്യൂട്ടായിട്ടും ഇല്ലായിട്ടുള്ള പേഷ്യൻസ് ഇല്ലേ അവരുടെ ട്രീറ്റ്മെൻറ്റിനോടുള്ള ബിഹേവിയറൽ റെസ്പോൺസ് എങ്ങനെയാണെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഫസ്റ്റ് ഹെൽത്ത് ബിലീഫ് മോഡൽ യൂസ് ചെയ്തത്. ആൻഡ് ലേറ്റർ ഓൺ പിന്നെ മോഡിഫിക്കേഷനൊക്കെ വന്നതിന് ശേഷം ഇത് പിന്നെ ജനറലായിട്ട് ഹെൽത്ത് റിലേറ്റഡ് ബിഹേവിയേഴ്സ് എല്ലാം തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന് പറയാം. So basically this model is to motivate people to perform positive health actions in order to reduce the negative consequences. Okay, so health behavior practice depends on two factors. ഈ എപ്പോഴൊക്കെയാണ് ഇവർ ഹെൽത്ത് ബിഹേവിയർ പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളത് ലൈക്ക് എങ്ങനെയാണ് ഹെൽത്ത് ബിഹേവിയർ പ്രാക്ടീസ് ചെയ്യുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ടു ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ ഇസ് വെദർ ദ പേഴ്സൺ പെർസീവ്സ് എ പേഴ്സണൽ ഹെൽത്ത് ത്രെറ്റ്, and second one is whether the person believes that a particular health practice will be effective in reducing that threat. So ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരാൾക്ക് കാർഡിയോ വാസ്കുലർ ഡിസീസ് വരാനുള്ള ത്രെറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഓൾറെഡി വൾണറബിൾ ആണ് ഈ ഒരു കാർഡിയോ വാസ്കുലർ ഡിസീസ് വരാനായിട്ട്. സോ ആ ഒരു പെർസെപ്ഷൻ ലൈക്ക് the person is well aware that he is vulnerable to this disorder or this condition. Okay, and next thing is that the person believes that a particular health practice will be effective in reducing that threat. So ഇവിടെ കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കറക്റ്റായിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതൊക്കെയും തന്നെ ഈ ഒരു ത്രെറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കും. അത് ആ ഒരു ഹെൽത്ത് പ്രാക്ടീസിലേക്ക് ആ ഇൻഡിവിജ്വൽ മൂവ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് എ സെക്കൻഡ് തിങ്. ഓക്കെ, സോ ഈ രണ്ട് ഫാക്ടേഴ്സാണ് ഹെൽത്ത് ബിഹേവിയർ പ്രാക്ടീസിലേക്ക് ലീഡ് ചെയ്യുന്ന ടു ഫാക്ടേഴ്സ്. ഓക്കെ, നൗ വി വിൽ സീ ഇറ്റ് ഇൻ ഡീറ്റെയിൽ. So perceived health threat, it is a perception of a personal health threat and it is influenced by three factors. Okay, first one is general health values, second one is specific beliefs about personal vulnerability to a particular disorder, and third one is beliefs about the consequences of the disorder. Okay, so ഇതും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഓക്കെ, സോ നമുക്ക് പറഞ്ഞ പോലെ പെർസീവ്ഡ് ഹെൽത്ത് ത്രെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് കണ്ടീഷൻ അല്ലെങ്കിൽ ഡിസോർഡർ വരാനുള്ള റിസ്ക് കൂടുതലാണെന്നുള്ള ആ ഒരു ബിലീഫ്. ഓക്കെ, അതിൽ കമ്പോസ് ചെയ്യുന്ന മൂന്ന് ഫാക്ടേഴ്സാണ്. ഫസ്റ്റ് വൺ ജനറൽ ഹെൽത്ത് വാല്യൂസ്. ജനറൽ ഹെൽത്ത് വാല്യൂസ് എന്ന് പറയുമ്പം നമ്മുടെ ഹെൽത്ത് ടേക്ക് ചെയ്യാൻ നമുക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട്, ആ ജനറൽ കൺസേൺസ് അബൌട്ട് ആ ഹെൽത്ത്, ഇതൊക്കെയാണ് ജനറൽ ഹെൽത്ത് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ സ്മോക്കിംഗ് എടുക്കാം. ഓക്കെ, സോ സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത് ഒരു അല്ലെങ്കിൽ ഐ എം കൺസേൺഡ് അബൌട്ട് മൈ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് വാല്യൂ ആണ്. ഓക്കെ, and second one is specific beliefs about personal vulnerability to a particular disorder. So ഇവിടെ സ്മോക്കിങ്ങിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഓക്കെ സ്മോക്കിംഗ് ലീഡ്സ് ടു ലങ് ക്യാൻസർ. അത് ഓക്കെ ഞാൻ ഒരു ചെയിൻ സ്മോക്കറാണ്, അപ്പോൾ എനിക്ക് ലങ് ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ള ആ ഒരു ബിലീഫ്. ഓക്കെ, ദാറ്റ് ഇസ് എ സെക്കൻഡ് തിങ്. ആൻഡ് തേർഡ് വൺ ഇസ് ബിലീവ്സ് അബൌട്ട് ദി കോൺസിക്വൻസസ് ഓഫ് ദി ഡിസോർഡർ. കോൺസിക്വൻസസ് ഓഫ് ദി ഡിസോർഡർ എന്ന് പറയുമ്പം സിവിയറിറ്റിയാണ് അവിടെ കാണുന്നത്, എത്രത്തോളം സിവിയർ ആണ്. സോ ഇവിടെ ലങ് ക്യാൻസർ ഇറ്റ് ഇസ് എ സീരിയസ് ഇൽനെസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ബിലീഫ്. ആൻഡ് നെക്സ്റ്റ് ഫാക്ടർ ഇസ് പെർസീവ്ഡ് ത്രെറ്റ് റിഡക്ഷൻ. ഓക്കെ, whether a person believes a health measure will reduce threat has two subcomponents. First one is whether the person thinks the health practice will be effective. Okay, അതിൽ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ പറയുമ്പം എനിക്ക് സ്മോക്കിംഗ് ഹെൽത്ത് പ്രാക്ടീസ് എന്ന് പറയുന്നത് ടു സ്റ്റേ അവേ ഫ്രം സ്മോക്കിംഗ് എന്നുള്ളതാണ്. ഓക്കെ, സോ ആ ഒരു പ്രാക്ടീസ് അതായത് സ്മോക്കിംഗ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ബി ബെനിഫിഷ്യൽ ഫോർ ദി ഇൻഡിവിജ്വൽ. ലൈക്ക് ക്യാൻസർ വരാനുള്ള ചാൻസ് അവിടെ കുറയാണ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഇസ് വെദർ ദ കോസ്റ്റ് ഓഫ് അണ്ടർടേക്കിംഗ് ദാറ്റ് മെഷർ എക്സീഡ്സ് ഇറ്റ്സ് ബെനിഫിറ്റ്സ്. സോ ഇവിടെ ഈ ഒരു സബ് കമ്പോണൻറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് പേഴ്സൺ വിൽ വേ okay between the cost and the benefits of undertaking this particular health measure. സോ ഇവിടെ സ്മോക്കിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്മോക്കിംഗ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടാന്ന് വേ ചെയ്തതും ബെനിഫിറ്റ്സ് ആയിരിക്കും ഹയർ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. സോ അഗെയിൻ ദർ ഇസ് എ ചാൻസ് ദാറ്റ് ദ പേഴ്സൺ വിൽ അണ്ടർടേക്ക് ദ
health measure. Next one, ഇപ്പോൾ ഞാൻ പറഞ്ഞ സെയിം എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ ഹെൽത്ത് ബിലീഫ് മോഡൽ അപ്ലൈഡ് ടു എ ഹെൽത്ത് ബിഹേവിയർ ഓഫ് സ്റ്റോപ്പിംഗ് സ്മോക്കിംഗ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞിരിക്കുന്ന സെയിം എക്സാമ്പിളാണ്. ജനറൽ ഹെൽത്ത് വാല്യൂസ് ആൻഡ് കൺസേൺ അബൌട്ട് മൈ ഹെൽത്ത്, specific beliefs about vulnerability as a smoker, I could get lung cancer. And third, beliefs about severity of the disorder, I would die if I developed lung cancer. Second factor, belief that specific measure can be effective against a specific threat. If I stop smoking now, I'll not develop lung cancer. Then belief that benefits of health measure exceeds cost. Even though it is hard to stop smoking, it is worth it to avoid the risk of lung cancer. Okay. Now we'll see the components of health belief model. Okay, ഈ health belief model ഞാൻ പറഞ്ഞു ആദ്യമേ തന്നെ ഇറ്റ് വാസ് മോഡിഫൈഡ് മെനി ടൈംസ്. അപ്പോൾ ഈ മോഡിഫിക്കേഷൻ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഇതിൽ പിന്നീട് ഓരോരോ ഫാക്ടേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ the 6 main components of HBM. So the first one is perceived susceptibility or perceived vulnerability. Okay, നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് one's perception of the risk or the chances of contracting a health disease or condition. Okay, സോ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഡിസീസ് വരാനുള്ള ആ ഒരു റിസ്ക് എന്ന് പറയുമ്പോൾ ജനറ്റിക് ഡിസോർഡേഴ്സിലൊക്കെ എസ്പെഷ്യലി ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് ഒരു ഡിസോർഡർ ഉണ്ട്, അത് ജനറ്റിക്കായിട്ട് വരാൻ ജനറ്റിക് ഫാക്ടർ ഉള്ള ഡിസോർഡർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഡിഗ്രി ഇൻഡിവിജ്വലിന് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു വൾണറബിലിറ്റി ലൈക്ക് പെർസീവ് വൾണറബിലിറ്റി ഹൈ ആയിരിക്കും. ഇവിടെ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് സെർവിക്കൽ ക്യാൻസർ എടുക്കാം. ഓക്കെ, സെർവിക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവിക്സിൽ പറയുന്ന ലൈക്ക് വരുന്ന ക്യാൻസർ. ഫോർ എക്സാമ്പിൾ ഇവിടെ സെർവിക്കൽ ക്യാൻസർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർസീവ്ഡ് വൾണറബിലിറ്റി, സെർവിക്കൽ ക്യാൻസർ വരാൻ ഹൈ റിസ്ക് ഉണ്ട് എന്നൊരാൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ലേഡി വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ വുഡ് ഗോ ഫോർ സ്ക്രീനിങ് ഓഫ് സെർവിക്കൽ ക്യാൻസർ മോസ്റ്റ് പ്രോബബ്ലി അല്ലേ. ഹൈ റിസ്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹെൽത്ത് മെഷർ എന്ന് പറയുന്നത് പിന്നെ സ്ക്രീനിങ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഓക്കെ, പെർസീവ്ഡ് സസെപ്റ്റിബിലിറ്റി അല്ലെങ്കിൽ പെർസീവ്ഡ് വൾണറബിലിറ്റി ഉള്ളതുകൊണ്ട് ദ പേഴ്സൺ undertakes a health measure. Here it is screening for cervical cancer. And second one is perceived severity. An individual's belief about the seriousness of contracting an illness or disease or the severity of the consequences of leaving it untreated. So ഈ പെർട്ടിക്കുലർ സെർവിക്കൽ ക്യാൻസർ വന്നാൽ ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് ഭയങ്കര വലുതായിരിക്കും, സീരിയസ് ആയിരിക്കും. ഈ ഇൽനെസ് കുറച്ച് സീരിയസ് ആണ്, അതുകൊണ്ട് എന്താ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ള ആ ഒരു അവയർനെസ്. സോ ഇവിടെ സെർവിക്കൽ ക്യാൻസർ സെയിം നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഡിസോർഡറാണ്, ഇൽനെസ് ആണ്, അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് ടു ബി ടേക്കൻ കെയർ ഓഫ്. ദാറ്റ് ഈസ് എ പെർസീവ്ഡ് സിവിയറിറ്റി ഹിയർ. Then perceived benefits, believe that there are potential positive aspects of a health action. ഈ ഒരു പെർട്ടിക്കുലർ ഹെൽത്ത് ആക്ഷൻ, അതായത് ഇവിടെ സ്ക്രീനിങ് ഫോർ സെർവിക്കൽ ക്യാൻസർ അത് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് ആസ്പെക്റ്റ് എന്താണ്, കറക്റ്റ് ടൈമിൽ നമുക്ക് ഈ ഇൽനെസ് കറക്റ്റായിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും, അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ പോസിറ്റീവ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പെർസീവ്ഡ് ബെനിഫിറ്റ്സ് മീൻസ് ബിലീവ് ദാറ്റ് there are potential positive aspects of a health action. അതായത് ഇവിടുത്തെ ത്രെട്ട് എന്ന് പറയുന്നത് സെർവിക്കൽ ക്യാൻസർ ആണ്. സോ സെർവിക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ആ ഒരു ത്രെട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഈ പെർസീവ്ഡ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. Next what we have is perceived barriers. A person's feelings on the obstacles to performing a recommended health action. Perceived barriers പറയുമ്പോൾ ചിലപ്പം ഇവിടെ മണി ആയിരിക്കാം, ലൈക്ക് കൂടെ മന്ത്ലി സ്കാൻ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അതിന് വേണ്ടി ചിലവായിരിക്കാം. ഓക്കെ, സോ അങ്ങനത്തെ ഈ ഒരു ഹെൽത്ത് ആക്ഷൻ എടുക്കുന്നതിന് ആളെ പിന്നെ റിഫ്രെയിൻ ചെയ്ത് നിർത്തുന്ന ഫാക്ടേഴ്സ് ഒന്ന് മണി ഫാക്ടർ ആയിരിക്കാം, എസ്പെഷ്യലി മെഡിക്കൽ ഇതൊക്കെ വരുന്ന സമയത്ത്. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിത്സ് ഓർ മിസ്കൺസെപ്ഷൻസ് റിലേറ്റഡ് ടു a particular illness അങ്ങനെയാവാം. Okay, so yeah, so that is known as a perceived barriers. And self-efficacy, the level of a person's confidence in his or her ability to successfully perform a behavior. Self-efficacy എന്ന് പറയുമ്പോൾ നമ്മളുടെ എബിലിറ്റിയിൽ നമുക്കുള്ള ഒരു കോൺഫിഡൻസ്, ആ ഒരു ബിലീഫാണ്. ഓക്കെ, സോ ഈ ഒരു കേസിൽ ആ ഒരു പേഴ്സൺ ഓക്കെ ഹോസ്പിറ്റൽ എല്ലാം ആക്സസബിൾ ആണ്, മണി പ്രോബ്ലം ഇല്ല, സോ ആ ഒരു ലൈക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒരു റിസൾട്ട് സോർട്ടഡ്.
Then cues to action, factors which cause you to or change cause you to change or want to change. ഈ ക്യൂസ് ടു ആക്ഷൻ എന്ന് പറയുന്നത് വി ഹാവ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ. ഓക്കെ, എക്സ്റ്റേണൽ ക്യൂസ് എന്ന് പറയുമ്പം ഈ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണില്ല ഒരു ലീഫ്ലെറ്റ്സ് ഒക്കെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടറിൻ്റെ റൂമിലാണെങ്കിലും പുറത്താണെങ്കിലൊക്കെ ഒരു അവയർനെസ് പോസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലീഫ്ലെറ്റ്സ് അവൈലബിൾ ആയിരിക്കും. ഇതൊക്കെയും തന്നെ ക്യൂസ് ആണ്, ക്യൂസ് ടു ആക്ഷൻ ആണ്. നമുക്ക് ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം ഇറ്റ് ക്യാൻ ബി സിംറ്റംസ്. ഇപ്പം എന്തെങ്കിലും ഈ ഒരു ഇൽനെസ് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ഓൾറെഡി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, സിംറ്റംസ് പ്രസൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരു ക്യൂ ആണ് ഈ ഒരു ഹെൽത്ത് ആക്ഷൻ. അതായത് സ്ക്രീനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്യൂസ് ആണ് ഈ ഒരു ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് പറയുന്നത്. ഓക്കെ, so that's all for this video. Okay, thank you so much.